വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബ്ലോക്ക് 2-ലെ അവസാനത്തെ യൂണിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് 4 ചെറുകഥ ആണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ആധുനിക മലയാള സാഹിത്യ ചരിത്രം ടെക്സ്റ്റ് ഫുള്ളും കഴിയുകയാണ്. ഇനി നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ഒക്കെ റെഫർ ചെയ്യുന്ന വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്ലീസ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സബ്ജക്റ്റ് എക്സാം എഴുതുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ചെറുകഥ എന്താണെന്ന് പറയാം. ചെറുകഥ എന്നത് വെറും ഒരു ചെറിയ കഥ മാത്രമല്ല, വലിപ്പക്കുറവിനേക്കാൾ ഉപരിയായി ആഖ്യാനത്തിലെ ഐക്യവും യൂണിറ്റി ഓഫ് ഇംപ്രഷൻ, ജീവിതത്തിൻ്റെ ഒരു മിന്നലാട്ടം ആവിഷ്കരിക്കാനുള്ള കഴിവുമാണ് അതിനെ നോവലിൽ നിന്ന് വേർതിരിക്കുന്നത്. ഒരാൾ മറ്റൊരാളോട് പറയുന്ന ഒരു നീണ്ട സംഭാഷണമാണ് ചെറുകഥ എന്ന് വില്യം സോമർസെറ്റ് മോം വിശേഷിപ്പിക്കുന്നു. ഒറ്റയടിക്ക് വായിച്ചു തീർക്കാവുന്നതും ഭാവപരമായ ഏകാന്തത പുലർത്തുന്നതുമായ ഒരു രചനയാണ് ചെറുകഥ എന്ന് പറയുന്നത്. നമ്മൾ പ്രിക്കോസൈറ്റ്സിൽ ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് വായിക്കാം. ഒരർത്ഥത്തിൽ ചെറിയ കഥയാണ് ചെറുകഥ. എന്നാൽ ഗദ്യത്തിലുള്ള ഹ്രസ്വമായ രചന എന്ന് പറഞ്ഞാലും ആശയം പൂർണ്ണമാകുകയില്ല. ചെറുകഥ അല്പം കൂടി വലുതായാൽ നോവലാവുകയില്ല. നോവലിൻ്റെ ദൈർഘ്യം കുറഞ്ഞാൽ ചെറുകഥയും ആവില്ല. അപ്പോൾ ദൈർഘ്യം മാത്രമല്ല ചെറുകഥയെ ചെറുകഥയാക്കുന്നതെന്ന് വരുന്നു. ജീവിതത്തിൻ്റെ കഥാസുഖമായ ചിത്രീകരണം വഴി താരതമ്യേന ഹ്രസ്വമായ ഗദ്യരചനയിലൂടെ ഒരെഴുത്തുകാരൻ സങ്കീർണമായ ജീവിതത്തിലേക്ക് ഒരു ഉൾക്കാഴ്ച നമുക്ക് നൽകുമെങ്കിൽ അത് ചെറുകഥ എന്ന പേരിനർഹമാണെന്ന് പറയാം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈർഘ്യത്തേക്കാൾ ഉള്ളടക്കത്തിൻ്റെ സ്വഭാവവും രചനാരീതിയുമാണ് ഒരു കഥയെ ചെറുകഥ എന്ന കലാസൃഷ്ടിയാക്കുക. ഇംഗ്ലീഷിൽ ഫിക്ഷൻ എന്ന പേരിലും മലയാളത്തിൽ കഥ എന്ന പേരിലും അറിയപ്പെടുന്നത് നോവലും ചെറുകഥയുമാണ്. പക്ഷെ നോവലിനും ചെറുകഥയ്ക്കും വ്യത്യസ്തങ്ങളായ ചരിത്രങ്ങളാണുള്ളത്. നോവലിൻ്റെ ഒരു ഉപോൽപ്പന്നമല്ല ചെറുകഥ, ഒരു ബൈ പ്രൊഡക്റ്റ് അല്ല ചെറുകഥ എന്നാണ് പറയുന്നത്. ഇതിനകത്ത് നമ്മുടെ ചെറുകഥയുടെ കഥ എന്താണെന്നും ചെറുകഥ മലയാളത്തിൽ എന്താണെന്നും ഒക്കെ പറയുന്നുണ്ട്. മലയാളത്തിലെ ചെറുകഥാ സാഹിത്യത്തിന് ഏകദേശം 1.25 നൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട്. 1891 വിദ്യാവിനോദിനി മാസികയിൽ പ്രസിദ്ധീകരിച്ച വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ വാസന വികൃതിയാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായി കണക്കാക്കപ്പെടുന്നത്. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണെന്ന് ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഏതാണ്? 1891 വിദ്യാവിനോദിനി മാസികയിൽ പ്രസിദ്ധീകരിച്ച വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസന വികൃതിയാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ. മൂർക്കോത്ത് കുമാരൻ, CS ഗോപാലപണിക്കർ, ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ, അമ്പാടി നാരായണ പൊതുവാൾ തുടങ്ങിയവർ ആദ്യകാല കഥാകൃത്തുക്കളാണ്. വിനോദത്തിനായിരുന്നു ഇവർ കൂടുതൽ പ്രാധാന്യം നൽകിയത്. 1930 മുതലാണ് നവോത്ഥാന കാലഘട്ടം ചെറുകഥയിൽ ഉണ്ടാവുന്നത്. മലയാള ചെറുകഥയുടെ സുവർണകാലമായി ഇതിനെ കണക്കാക്കാം. സാമൂഹിക മാറ്റങ്ങൾക്കും യാഥാർത്ഥ്യബോധത്തിനും ഈ കാലഘട്ടത്തിൽ പ്രാധാന്യം ലഭിച്ചു. ഇനി നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചാണ്. വൈക്കം മുഹമ്മദ് ബഷീർ, തകഴി ശിവശങ്കരപ്പിള്ള പോലുള്ള കുറച്ച് കലാകാരന്മാരെ, കവയിത്രികളെ അല്ലെങ്കിൽ കവികളെ കുറിച്ച് നമുക്കിനി പറയാം. ചെറുകഥ എഴുതിയിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. ഇവരെ കുറിച്ചിട്ട് നമുക്ക് പറയാം. വൈക്കം മുഹമ്മദ് ബഷീർ സാധാരണക്കാരുടെ ജീവിതം, പട്ടിണി, ദാരിദ്ര്യം എന്നിവ നർമ്മത്തിൽ കലർത്തി അവതരിപ്പിച്ചു. ഭൂമിയുടെ അവകാശികൾ, വിശ്വവിഖ്യാതമായ മൂക്ക് എന്നിവ പ്രധാന രചനകളാണ്. ഇനി തകഴി ശിവശങ്കരപ്പിള്ളയെക്കുറിച്ച് പറയാനാണെങ്കിൽ കുട്ടനാടൻ ജീവിതവും അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ പോരാട്ടങ്ങളും പ്രമേയമാക്കി. വെള്ളപ്പൊക്കത്തിൽ എന്നത് ലോക പ്രശസ്തമായ കഥയാണ്. അത് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. കഴിഞ്ഞ സെക്കൻഡ് സെമ്മിലാണോ തേർഡ് സെമ്മിലാണോ എന്ന് ഓർമ്മയില്ല. വെള്ളപ്പൊക്കത്തിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. കാരൂർ നീലകണ്ഠപിള്ള അധ്യാപകരുടെ ജീവിതം, ദാരിദ്ര്യം, മാനുഷിക മൂല്യങ്ങൾ എന്നിവ ലളിതമായ ശൈലിയിൽ അവതരിപ്പിച്ചു. മരപ്പാവകൾ ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ കഥാസമാഹാരമാണ്. P. കേശവദേവ് സമൂഹത്തിലെ അസമത്വങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ എഴുത്തുകാരനാണ്.
പൊൻകുന്നം വർക്കി. കർഷക ജീവിതവും മതമേധാവിത്വത്തോടുള്ള എതിർപ്പും പ്രമേയമാക്കി ശബ്ദിക്കുന്ന കലപ്പ ശ്രദ്ധേയമായ രചനയാണ്. ഇനി നമുക്ക് ആധുനിക കാലഘട്ടം നോക്കാം. അത് 1950-കൾക്ക് ശേഷമാണ് കേട്ടോ. നഗരവൽക്കരണവും ഒറ്റപ്പെടലും മനുഷ്യൻ്റെ ആന്തരിക സംഘർഷങ്ങളും ഈ ഘട്ടത്തിൽ പ്രമേയമായി. ടി പത്മനാഭനെ കുറിച്ച് ആദ്യം പറയാം. കഥയുടെ ആന്തരിക സൗന്ദര്യത്തിന് പ്രാധാന്യം നൽകി പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി, ഗൗരി എന്നിവ ശ്രദ്ധേയമാണ്. ടി വാസുദേവൻ നായർ തകരുന്ന നാലുകെട്ടുകളും കുടുംബ ബന്ധങ്ങളിലെ വേദനകളും ആവിഷ്കരിച്ചു. തനിമയുള്ള ഭാഷാശൈലിയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത. മറ്റു പ്രമുഖരാണ് മാധവിക്കുട്ടി, വി വിജയൻ, മുകുന്ദൻ, കാക്കനാടൻ, സക്കറിയ തുടങ്ങിയവർ. ആധുനികതയുടെ വാക്താക്കളായിട്ട് അറിയപ്പെടുന്നുണ്ട് അവരെ. ഇതിൻ്റെ ഒരു തുടക്ക കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്? 1891 1930, അതായത് ഒരു നവോത്ഥാന കാലഘട്ടം എന്ന് പറയാം. ഈ കാലഘട്ടത്തിലെ കഥകൾ പ്രധാനമായും വിനോദത്തിന് പ്രാധാന്യം നൽകിയവയായിരുന്നു. സാമൂഹിക പ്രശ്നങ്ങളെക്കാൾ അത്ഭുതം, ഹാസ്യം, സാഹസികത എന്നിവയ്ക്കായിരുന്നു. ആ സമയത്താണ് വാസനവികൃതി എഴുതുന്നത്. വാസനവികൃതിയെക്കുറിച്ച് ഇവിടെ ഒരു പ്രത്യേകം തന്നെ ഒരു ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചു നോക്കുക നിങ്ങൾ. ഞാനതിവിടെ ഒന്ന് വായിക്കാം. മലയാളത്തിലെ ആദ്യ ചെറുകഥയായി കരുതുന്നത് കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനരുടെ വാസനവികൃതിയാണ്. 1891 വിദ്യാവിനോദിനി മാസികയിലാണ് ഈ കഥ ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. കേസരി എന്ന പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു കുഞ്ഞിരാമൻ നായനാർ. ആദ്യകാല ചെറുകഥകളുടെ പ്രത്യേകതകളിലൊന്നായ വിനോദോപാധി എന്ന നിലയിലാണ് വാസനവികൃതി രചിച്ചിട്ടുള്ളത്. ഇക്കണ്ട കുറുപ്പ് എന്നാണ് കഥാനായകൻ്റെ പേര്. കഥാപാത്രം നേരിട്ട് പറയുന്ന രീതിയിലാണ് കഥ എഴുതിയിരിക്കുന്നത്. മോഷ്ടാവായ കഥാനായകന് പറ്റുന്ന ഒരു അമളിയും അതിൽപ്പെട്ട് ജയിൽവാസം ലഭ്യമാകുന്നതുമാണ് കഥാസാരം. കഥ പറയുന്ന രീതി ചെറുകഥയുടെ ഘടനയിൽ തന്നെയാണ്. എഴുതുമ്പോൾ നയനാരെ പോലെ എഴുതണം എന്നാണ് ഇന്ദുലേഖയുടെ കർത്താവായ ചന്തുമേനോൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. കർമ്മഫലത്തിൻ്റെ അനിവാര്യതയെ നർമ്മബോധത്തോടെ ചിത്രീകരിക്കുകയാണ് ഇവിടെ. രാജ്യശിക്ഷ അനുഭവിച്ചിട്ടുള്ളതിൽ എന്നെപ്പോലെ ഭാഗ്യഹീനന്മാരായി മറ്റാരും ഉണ്ടായിട്ടില്ല എന്ന നായകൻ്റെ ആത്മകഥത്തോടെയാണ് വാസനവികൃതി ആരംഭിക്കുന്നത്. അപ്പം ഇതാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇനി അതിൻ്റെ നവോത്ഥാന കാലഘട്ടത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. നവോത്ഥാന കാലഘട്ടം ആരൊക്കെയായിരുന്നു? വൈക്കം മുഹമ്മദ് ബഷീർ, തകഴി ശിവശങ്കരപ്പിള്ള, പിന്നെ ആരായിരുന്നു? കാരൂർ നീലകണ്ഠപിള്ള, പിന്നെ പി കേശവദേവ്, പൊൻകുന്നം വർക്കി. ഇവരെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു. മലയാള ചെറുകഥയുടെ സുവർണകാലമാണ് എന്നിതിനെ വിളിക്കുന്നു. സാധാരണക്കാരുടെ ജീവിതം, പട്ടിണി, ജാതി വിവേചനം, തൊഴിലാളി വർഗത്തിൻ്റെ പോരാട്ടങ്ങൾ എന്നിവയാണ് കഥാപ്രമേയങ്ങളായിട്ട് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചിട്ട്. ചെറുകഥാകൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ചെറുകഥയാണ് ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്നത്. ഓക്കെ. പൊൻകുന്നം വർക്കിയുടെ ആണെങ്കിൽ ഏതാണ്? ശബ്ദിക്കുന്ന കലപ്പയാണ്. തകഴി ശിവശങ്കരപ്പിള്ളയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന ചെറുകഥയാണ്. കാരൂർ നീലകണ്ഠപിള്ളയുടെ ഏതാണ്? പൊതിച്ചോറ്. ദരിദ്രരായ അധ്യാപകരുടെ ജീവിതം പ്രമേയമാക്കിയ പൊതിച്ചോറാണ് അദ്ദേഹത്തിൻ്റെ ചെറുകഥ. ഇനി ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ടി പത്മനാഭനെ കുറിച്ചും ടി വാസുദേവൻ നായരെ കുറിച്ചും പറഞ്ഞു. ഇനി മാധവിക്കുട്ടിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. സ്ത്രീത്വത്തിൻ്റെ സങ്കീർണതകളും ആന്തരിക വികാരങ്ങളും പച്ചയായി ആവിഷ്കരിച്ച എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി. സ്നേഹത്തിനും ബന്ധങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന കഥകളാണ്. സ്ത്രീകളുടെ മാനസികാവസ്ഥയെ അങ്ങേയറ്റം സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്നു. വിവാഹത്തെ സ്ത്രീയെ ബന്ധിക്കുന്ന ചങ്ങലയായി അവർ പലപ്പോഴും കണ്ടു. അവരുടെ പ്രധാന കൃതികളാണ് തരിശുനിലം, പക്ഷിയുടെ മണം, ചുവന്ന പാവാട, നെയ്പ്പായസം എന്നിവ. പിന്നെ പറയുന്നത് വി വിജയനെ കുറിച്ചാണ്. മലയാള ചെറുകഥയെയും നോവലിനെയും ഒരുപോലെ സ്വാധീനിച്ച ഇതിഹാസകാരനാണ്. ആത്മീയതയും ദർശനവും നിറഞ്ഞ കഥകളാണ്. മനുഷ്യജീവിതത്തിലെ ഏകാന്തതയെയും സന്ദിഗ്ധതകളെയും അദ്ദേഹം മനോഹരമായി വരച്ചുകാട്ടി. ചരിത്രവും ഐതിഹ്യവും സമകാലീനതയും അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഇഴചേർന്നു നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് കടൽ തീരത്ത്, കാറ്റു പറഞ്ഞ കഥ, 21-ാം നൂറ്റാണ്ട്. ഇനി അടുത്ത ആളാണ് കാക്കനാടൻ. മലയാളത്തിലെ ആധുനിക കഥാകൃത്തുക്കളിൽ പ്രമുഖനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ പൊള്ളത്തരങ്ങളെയും നഗരജീവിതത്തിലെ ഒറ്റപ്പെടലിനെയും കഥാവിഷയമാക്കി. ബൈബിൾ ശൈലിയിലൂടെ സ്വാധീനം അദ്ദേഹത്തിൻ്റെ രചനകളിൽ കാണാം.
ആധുനിക മനുഷ്യൻ്റെ അർദ്ധശൂന്യതയും നിസ്സഹായതയും അദ്ദേഹം വരച്ചു കാട്ടി. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ശ്രീചക്രം, യുദ്ധ അവസാനം, നിശബ്ദതയുടെ നഗ്നത. ഇനി നമുക്ക് പറയേണ്ടത് സാറ ജോസഫിനെ കുറിച്ചിട്ടാണ്. സ്ത്രീപക്ഷ എഴുത്തുകാരികളിൽ മുൻനിരയിൽ നിൽക്കുന്ന വ്യക്തിയാണ് സാറ ജോസഫ്. സ്ത്രീപക്ഷപാതമായ രചനാശൈലിയാണ്. പുരുഷാധിപത്യ മൂല്യങ്ങളെ ചോദ്യം ചെയ്യുകയും സ്ത്രീയുടെ വിമോചനത്തിനായി തൂലിക ചലിപ്പിക്കുകയും ചെയ്തു. ഭാഷയിലും ആഖ്യാനത്തിലും അവർ പുതിയ പരീക്ഷണങ്ങൾ നടത്തി. അവരുടെ പ്രധാന കൃതികളാണ് പാപത്തറ, ഒടുവിൽ സൂര്യകാന്തി, നന്മ തിന്മകളുടെ വൃക്ഷം. ഇനി സക്കറിയയെക്കുറിച്ച് പറയാം. ഭാവനയെയും യാഥാർത്ഥ്യത്തെയും പുതിയ രീതിയിൽ സംയോജിപ്പിച്ച എഴുത്തുകാരനാണ്. മനുഷ്യൻ്റെ ആന്തരിക സംഘർഷങ്ങളും ചേതനയിലെ വിങ്ങലുകളും അദ്ദേഹം കഥാവിഷയമാക്കി. ഫാൻസിയുടെയും ഹാസ്യത്തിൻ്റെയും അംശങ്ങൾ അദ്ദേഹത്തിൻ്റെ കഥകളിൽ കാണാം. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് സലാം അമേരിക്ക, ആർക്കറിയാം, യേശു കഥകൾ. ഈ പാഠഭാഗം അവസാനിക്കുന്നത് മലയാള ചെറുകഥയുടെ വളർച്ചയെ വിലയിരുത്തിക്കൊണ്ടാണ്. നവോത്ഥാന കാലത്തെ സാമൂഹിക പ്രതിബദ്ധതയിൽ നിന്ന് മാറി ആധുനിക കാലം വ്യക്തിയുടെ ആന്തരിക തലങ്ങളിലേക്കും ഏകാന്തതയിലേക്കും ചുരുങ്ങി. ഭാവി ഇന്ന് മലയാള ചെറുകഥ വൈവിധ്യമാർന്ന പ്രമേയങ്ങളാലും ആഖ്യാന ശൈലികളാലും സമ്പന്നമാണ്. പരീക്ഷണങ്ങൾ ഇന്നും തുടരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ചെറുകഥയിൽ 3 കാലഘട്ടങ്ങളാണ് പറയുന്നത്. നവോത്ഥാന കാലഘട്ടവും പിന്നെന്താണ് ആദ്യത്തെ ഒരു ആധുനിക കാലഘട്ടങ്ങളും പിന്നെ നമ്മൾ പറയുന്നത് ഇന്നത്തെ ഒരു കാലഘട്ടത്തെ കാര്യമാണ് പറയുന്നത്. ആദ്യകാല കഥകളെക്കുറിച്ച് പറയുന്നുണ്ട്. നവോത്ഥാന കാലഘട്ടത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ, അതുപോലെ വേറെ ആരാണ്, തകഴി ശിവശങ്കരപ്പിള്ള, പൊൻകുന്നം വർക്കി എന്നിവരെക്കുറിച്ച് പറയുന്നു. ആധുനിക ഘട്ടത്തിൽ മാധവിക്കുട്ടി, OV വിജയൻ, കാക്കനാടൻ എന്നിവരെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. എല്ലാവരും ഫുള്ളായിട്ടൊന്ന് വായിച്ചു നോക്കുക. നമുക്ക് ഉടൻ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് റെഫറിങ്ങുമായിട്ട് കാണാം.